ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം കഴിഞ്ഞിട്ടാണല്ലേ ഓണാശംസകളൊക്കെ പറയുന്നത്. എല്ലാവരും ഓണമെല്ലാം നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഓണം, ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ ഓണം നന്നായിട്ട്, ആദ്യത്തെ ഓണം എന്ന് പറയാൻ ഞങ്ങൾ നന്നായിട്ടൊന്ന് ആഘോഷിച്ചു. അപ്പോൾ വീട്ടിൽ ഒരു വലിയൊരു സംഭവമാണ് ഉത്രാടത്തിലെ വിളക്ക് കൊളുത്തലെന്ന് പറയുന്നത്. അപ്പം ഞാൻ വന്നിട്ട് സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ പൂജാ റൂമിലും ഒരു വിളക്ക് കൊളുത്തി വെച്ചു. ഈ വിളക്കെന്ന് പറയുന്നത് തിരുവോണത്തിന് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ അണയാൻ പാടുള്ളൂ. അങ്ങനെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓടി വന്നു അടുക്കളയിലേക്ക് അച്ചാറുകളെല്ലാം റെഡിയാക്കി വെക്കാനായിട്ട്. അപ്പം അല്ല മാങ്ങ വന്നിട്ട് പെട്ടെന്ന് ഈസിയിലിടാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മാങ്ങ നന്നായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ട് ഉപ്പും മുളകും കായപ്പൊടിയും ഇട്ട് വെക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. എന്നിട്ട് അതിനെ ഒന്ന് കടുക് വറുത്ത് വെളുത്തുള്ളി ഒന്ന് വാട്ടി കടുക് നല്ല പൊട്ടിച്ച് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതങ്ങ് തട്ടിക്കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെയാണ് ഞാൻ നാരങ്ങയും ചെയ്തിരിക്കുന്നത്. നാരങ്ങയും ഇതുപോലെ അരിഞ്ഞ് എല്ലാം വെച്ചതിന് ശേഷം കടുക് വറുത്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല കുറുക്കി എടുക്കണം. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം തന്നെ, ഇഞ്ചി വന്നിട്ട് ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടാണ്, ഇത്ര മതി നമുക്ക്. പിന്നെ വെളുത്തുള്ളി അതുപോലെ ഉള്ളി ഇതെല്ലാം തന്നെ നമ്മൾ എല്ലാ അച്ചാറുകൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഇഞ്ചി മൂപ്പിച്ചെടുക്കുവാണ്. ഇഞ്ചി മൂപ്പിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് വന്ന് കടുക് വറുത്തെടുക്കുകയാണ്. അതിൽ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് കടുക് വറുത്തെടുക്കും. കുറച്ച് പഞ്ചസാര കൂടി ഞാനിടും, ആ ഒരു ഇഞ്ചിയുടെ ആ കുത്തൽ മാറാൻ വേണ്ടി. ഇത്ര മാത്രമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഇത്രയും പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോകൾ എടുക്കാനായിട്ട് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അച്ചാർ, നാരങ്ങ അച്ചാറും അതിനെ നന്നായിട്ട് കുറുക്കി എടുക്കാനാണ്. അതായത് കുറച്ച് വെള്ളമേ ഒഴിക്കത്തുള്ളൂ. ആ എണ്ണയിൽ കയറ്റത്ത് നല്ല വരട്ടിയെടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ നാരങ്ങ അച്ചാർ. ഇതെനിക്ക് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നതാണ് ഈ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എൻ്റെ ഓണസദ്യയുടെ ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്?